സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിരുന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങളാവിന്മലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിന്മേ കുരുതേ നമഃ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാഭിമാൻ യഥാ തുച്ചരണാം ഭോജേ യസ്യാനപായിനി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും കൂടി നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നത്. നാളെ രാവിലെ മുതൽ 7 ദിവസമായിട്ട് ഈ പുണ്യസങ്കേതത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഭാഗവതത്തിൽ 7 ദിവസം പങ്കെടുത്താൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ഇങ്ങനെ ഒരു പുണ്യസങ്കേതത്തിൽ ഇങ്ങനെ ഒരു സപ്താഹത്തിന് അവസരം ഉണ്ടായിട്ട് അത് കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അടുത്തൊന്നും സപ്താഹം നടക്കണില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അടുത്തൊന്നും സപ്താഹം ഇല്ല, അതുകൊണ്ട് പോവാൻ പറ്റില്ല എന്ന് പറയാം. ഇങ്ങനെയൊരു ഭവനത്തില് ഇവിടുത്തെ ആ ഒരു മഹാത്മാവ് ദേശത്തുള്ള എല്ലാവർക്കും ഭാഗവതം കേൾക്കാൻ പാകത്തിന് ഒരവസരം ഒരുക്കി തരുമ്പോ കുടുംബസമേതം വന്ന് പരമാവധി സമയം ആ ഭാഗവതം കേൾക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്താൽ എന്താ നമുക്ക് ഇന്നു മുതലുള്ള ജീവിതത്തിൽ കിട്ടുന്ന അനുഭവം എന്താണ്? ഇന്നലെ വരെ നമ്മൾ ജീവിച്ച ആ അവസ്ഥയിൽ നിന്നും എന്ത് മാറ്റം നമുക്ക് ഭാഗവത സപ്താഹ ശ്രവണം കൊണ്ട് ഉണ്ടാക്കാം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏതൊക്കെ നമുക്ക് സുഖം തരുന്ന കർമ്മങ്ങളുണ്ട്, ഏതൊക്കെ നമുക്ക് ദുഃഖം തരുന്ന കർമ്മങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുഖം തരുന്ന കർമ്മങ്ങൾ കുറവാകും. അനവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, അനവധി ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് സുഖമുണ്ടായിട്ടുണ്ട്, ആരുടെയൊക്കെ വർത്തമാനം കേട്ടിട്ട് നമുക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ജീവിച്ച ജീവിത രീതി മതിയോ, അതോ കുറച്ചും കൂടി സുഖം ഈ ജീവിതത്തിൽ വേണോ? വേണ്ട, ഇപ്പൊ പോണതുപോലെ തന്നെ മതി, ഇപ്പോൾ അസുഖമൊക്കെ അതുപോലെ നിന്നോട്ടെ, മാറുന്നോ വേണ്ട, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിച്ചോളാം എന്നാണോ? അതോ ഈ മരുന്ന് കഴിക്കലൊക്കെ നിർത്തിയിട്ട് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഇഷ്ടമുള്ള ആളുകളിൽ നിന്നും ഇഷ്ടത്തെ സ്വീകരിച്ചുകൊണ്ട്, ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുമായിട്ട് അകൽച്ച ഉണ്ടാവും നമുക്ക്. ചിലപ്പോ ചില ആളുകളുമായിട്ട് പിണക്കത്തിലാവും വർഷങ്ങളായിട്ട്. ഇങ്ങനെ പിണങ്ങിയും കൊണ്ട് മരണം വരെ നിന്നാ മതിയോ? അതോ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാവരുമായിട്ട് സ്നേഹത്തിലാണോ ജീവിക്കേണ്ടത്? ഇപ്പൊ കിട്ടുന്നതായിട്ടുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ മതിയോ? അതോ ജീവിതത്തിൽ വരുമാനം കൂടണോ? വേണ്ട, എനിക്കിപ്പോ കിട്ടുന്ന ശമ്പളം തന്നെ മതി മരണം വരെ എന്ന ചിന്തയാണെങ്കിൽ ഭാഗവതം കേൾക്കേണ്ട കാര്യമില്ല. ഭാഗവതം കേൾക്കുന്നത് ഇന്ന് മുതൽ ഇതുവരെ നമ്മൾ ജീവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യാസത്തോടുകൂടി സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗമാണ് നാളെ മുതൽ ഇവിടെ നടക്കുന്ന ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നത്. സുഖമായിട്ട് ജീവിക്കുക, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സുഖമായിട്ട് ജീവിക്കണമെന്ന്. പല പല ദുഃഖങ്ങൾ വരിക കാരണമാണ് നമ്മൾക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. നല്ല വീടുണ്ട്, പക്ഷെ സമാധാനം ഇല്ല. നല്ല സമ്പാദ്യമുള്ള ജോലിയുള്ള വിദ്യാഭ്യാസമുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട്, വരുമാനമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവർക്കും സൗകര്യങ്ങളുണ്ടെങ്കിലും മനസമാധാനം എന്ന് നമുക്ക് ഇല്ല. എന്താ ഈ മനസമാധാനം ഇല്ലാണ്ടാവാൻ കാരണം?
ഇത് പറഞ്ഞു തരികയാണ് നാളെ മുതൽ നടക്കുന്നതായിട്ടുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെ. രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിക്കും. ആ സൂര്യോദയത്തിൽ ആരംഭിക്കണം എന്നാണ് ഭാഗവത സപ്താഹത്തില് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത്. 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിച്ച് ആചാര്യന്മാരും കേൾക്കാൻ വരുന്നവരും യജ്ഞം നടത്തുന്നതായിട്ടുള്ള ആ ഗൃഹനാഥനും എല്ലാവരും ഒരുമിച്ച് ഒരേ മന്ത്രങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കലാണ് 6:30. സഹസ്രനാമത്തിന് ശേഷം എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുക. ശ്രീകൃഷ്ണായ വയം നുമാ. എന്തിനു വേണ്ടിയാണ് ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുന്നത് എന്തിനാ? ആചാര്യം മറന്ന് നമസ്കരിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇവിടെ നടത്തുന്നത് ഇവിടുത്തെ ഗൃഹനാഥന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹം നമസ്കരിച്ചാൽ പോരെ? ആ വീട്ടുകാർ നമസ്കരിച്ചാൽ പോരെ? അല്ലെങ്കിൽ കേൾക്കാൻ വരുന്നവർ പോരെ? ഒരാ ആചാര്യന്മാരും ശ്രോതാക്കളും യജ്ഞത്തിന്റെ നടത്തിപ്പുകാരും എല്ലാവരും ഒരേ മന്ത്രങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. താപത്രയങ്ങളെ ഇല്ലാണ്ടാവാൻ. താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം. 3 രീതിയിലാണ് ദുഃഖങ്ങളുള്ളത്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. 4ാമത് ദുഃഖമില്ല നമുക്ക്. 3 ദുഃഖങ്ങളേ ഉള്ളൂ. 3 ദുഃഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ വരുന്ന ദുഃഖങ്ങള്. ഒന്ന് ആധ്യാത്മിക ദുഃഖം, നമ്മളെ മാത്രം ബാധിക്കുന്ന ദുഃഖം. ഒരാൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് പച്ചക്കറി കഴിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ആർക്കേ ദുഃഖമുള്ളൂ? ആ വേദനിക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ ദുഃഖം. ഒരാൾക്ക് കാലിന് മുറി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഓടാൻ പ്രയാസം ഉണ്ടാവും ഇല്ല. അവനവനെ മാത്രം ബാധിക്കുന്ന ദുഃഖം. എന്നെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഈ ചീത്ത കേട്ട ആളെ ദുഃഖിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ചീത്ത പറഞ്ഞയാളാ? ബാക്കിയുള്ളവർക്ക് ദുഃഖമില്ല. ഇപ്പോ ഒരാളെ മാത്രം ബാധിക്കുന്ന ദുഃഖമാണ് ആധ്യാത്മിക ദുഃഖം. നമുക്ക് ഒരാളില്ലേ ആധ്യാത്മിക ദുഃഖം? ഇനി ആദ്യ ഭൗതിക ദുഃഖമാണ് 2ാമത്തെ ദുഃഖം. ഇത് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുഃഖമാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെ അറിയില്ലേ? ഭൂമി, ആകാശം, അഗ്നി, വായു, ജലം. ഇതാണ് പഞ്ചഭൂതങ്ങള്. ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ദുഃഖം ഭൂകമ്പം. ഇതുപോലെ ഭൂകമ്പം മാത്രമല്ല ഭൂമിയിലുള്ള ദുഃഖം. നമ്മുടെ വീടിന് ചുറ്റുമുള്ള പറമ്പ് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമല്ലേ? അയ്യോ, ആ ഭാഗത്തേക്ക് പോണ്ട കേട്ടോ, അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്, പാമ്പോ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവും. ഭൂമിയിലുള്ള ദുഃഖമല്ലേ ഇത്? കാട് പിടിച്ച് കിടക്കാൻ ദുഃഖമാണ്. ഇതുപോലെ ഭൂമിയിൽ നിന്നുണ്ടാവും ദുഃഖം. അയ്യോ, അവിടെ മഴ പെയ്തു, അവിടെ തെന്നി വീഴാണ്ട് ശ്രദ്ധിക്കണം. അത് ഭൂമിയിൽ നിന്നുള്ള ദുഃഖമല്ലേ? ഭൂമിയുടെയും ജലത്തിന്റെയും കൂടി ദുഃഖമല്ലേ? മഴ പെയ്യുകൊണ്ട് വെള്ളം വന്നിട്ടാണ് ദുഃഖം അവിടെ വഴുതിൽ വരുന്നത്, തെന്നി വീഴാൻ സാധ്യതയുള്ളത്. ഈ ഭൂമിയിൽ വീണിട്ട് അപകടം ഉണ്ടായി, അത് ഭൂമി വീഴുകൊണ്ടുണ്ടായ അപകടം. വേറെ ആൾക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഒരാൾ വീഴും എന്ന് വിചാരിച്ച് പിടിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഞാൻ അയാളുടെ കൂടെ നടക്കുക, എന്താ അയാൾ വീഴുമ്പോ പിടിക്കാനായിട്ട്. നമ്മളെപ്പോഴാണ് വീഴാന്ന് വെച്ചിട്ടില്ല, അപ്പോഴാ വേറെ ആളെ പിടിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളെ മാത്രം ബാധിക്കുന്നതും അതുപോലെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്നത് വെള്ളപ്പൊക്കം. മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാല് ആകാശത്ത് നിന്നുണ്ടാകുന്ന ദുഃഖമാണ് ശക്തമായ ചൂട്. നമ്മൾ അനുഭവിച്ചതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആകാശത്തിനുള്ള ദുഃഖം. അഗ്നിബാധ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുഃഖമാണ് ആദി ഭൗതിക ദുഃഖം. 3ാമത്തെ ദുഃഖമാണ് ആദി ദൈവിക ദുഃഖം. നമ്മൾക്ക് കാരണം കണ്ടെത്താൻ പറ്റാത്ത ദുഃഖങ്ങൾ. നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റാത്ത ദുഃഖങ്ങൾ വരുമ്പോഴാണ് നമ്മള് ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവുക. അല്ലെ, എനിക്ക് വല്ലാണ്ട് ഒരു വിഷമുണ്ട് കുടുംബത്തില്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ജ്യോത്സ്യന്മാരെന്ത് ചെയ്യും? അവരുടേതായ ശാസ്ത്രപ്രകാരം പറയും, നിങ്ങൾ ചെയ്ത ഇന്ന് നിന്ന ദോഷം കൊണ്ടാണ്, തറവാട്ടില് നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ ചെയ്ത ചില ദോഷങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങളാണോ എന്ന് ആ ജ്യോത്സ്യന്മാരെ നോക്കി പറഞ്ഞു തരും. അതിന് വേണ്ട പരിഹാരങ്ങള് അവിടെ ഒരുപാട് പരിഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യജ്ഞത്തോടൊപ്പം തന്നെ. അല്ലെ, ഇത് ആര് ചെയ്ത ദോഷത്തിനുള്ളതാ? അവനവൻ ചെയ്ത ദോഷം മാത്രമേ അവനവൻ അനുഭവിക്കുന്നുള്ളൂ. നമുക്ക് എന്തെങ്കിലും ദുരിതം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അത് അവനവൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. സുഖാണെങ്കിലോ അതെ അവനവൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അപ്പൊ പാപങ്ങളിൽ നിന്നും നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റില്ല. അതാണ് ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടിട്ട് ദുഃഖത്തെ കാരണം അറിയണു, അതിന് പരിഹാരം അവർ പറഞ്ഞു തരണു. നമുക്ക് രോഗം വന്നാൽ നമുക്ക് സ്വയം മെഡിക്കൽ ഹോമിൽ മരുന്ന് വാങ്ങാൻ പറ്റുമോ?
അത് അറിവുള്ള ഡോക്ടറെ പോയിട്ട് കാണുന്നു, ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് ഡോക്ടർ പറഞ്ഞു തരുന്ന രീതിയിൽ കഴിക്കണം. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മരുന്ന് തന്നു, എനിക്ക് 3 നേരം സമയമില്ല, ഞാൻ 3 കൂടി രാവിലെ കഴിക്കുക പറഞ്ഞാലോ പിന്നെ അധികം കഴിക്കേണ്ടതില്ല, അതിന് മുമ്പ് തന്നെ മരിക്കും. മരുന്ന് 3 കൂടി ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? അതാത് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണം. അത് ആര് പറഞ്ഞു തരണം? അറിവുള്ളവർ പറഞ്ഞു തരണം. ശാരീരികമായ രോഗങ്ങൾക്ക് ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചു തരുന്നത് പോലെ ദൈവികമായ ദുഃഖങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിലെയും മറ്റു ജന്മങ്ങളിലെയും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കുന്ന ദുഃഖമാണ് ആദി ദൈവിക ദുഃഖം. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ദുഃഖങ്ങളുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ, നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ മാറിക്കോളും. അതെങ്ങനെയാണ് ദുഃഖങ്ങൾ മുഴുവൻ മാറുക എന്ന് നാളെ മുതലുള്ള ആ ഭാഗവത കഥകൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക. ഒരിക്കൽ നാരദ മഹർഷി ഭൂമിയിലൂടെ നടക്കുമ്പോ ഒരു ദിക്കിലും സമാധാനം കണ്ടില്ല. അദ്ദേഹം ഒരു ദിക്കിലും സമാധാനം കാണാണ്ട് സഞ്ചരിച്ച് ഉത്തർപ്രദേശിലെ യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോ അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് 2 വൃദ്ധന്മാരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എണീക്കൂ 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 എന്ന് പറഞ്ഞിട്ട്. നാരദ മഹർഷി അവിടുന്ന് പോകുമ്പോ ആ പെൺകുട്ടി ചോദിച്ചു, നാരദ മഹർഷി എന്റെ ദുഃഖം ഒന്ന് മാറ്റിയിട്ട് പോകാൻ പറഞ്ഞു. എന്താ ദുഃഖം എന്ന് ചോദിച്ചപ്പോ എന്റെ മക്കളാണ് ഇവര് എണീക്കണില്ല എന്ന് പറഞ്ഞു. നാരദ മഹർഷി അത്ഭുതപ്പെട്ടു. പെൺകുട്ടി, അമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി യുവതിയാണ്, മക്കള് എന്ന് പറഞ്ഞ അവിടെ കിടക്കുന്നവര് വൃദ്ധന്മാരാണ്. ഈ അമ്മ യുവതിയും മക്കള് വൃദ്ധന്മാരും ആകുമോ? ആരാ ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, അഹം ഭക്തി വിഖ്യാത, ഞാൻ ഭക്തിയാണ്. നാരദ മഹർഷി എന്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളാണ് ഈ മക്കളായിട്ടുള്ളത്. നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് പറയാറുണ്ട്. ആ ഭക്തി നമ്മളിൽ ഭക്തന്മാരെന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല. ഭക്തി മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണം എന്നാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ വൈരാഗ്യം ദേഷ്യമല്ല, വിരക്തി. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നല്ലത് ഏതാണ് എന്ന് അറിഞ്ഞ് അത് പ്രവർത്തിക്കലാണ് ജ്ഞാനം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലാത്തത് ഏതാണെന്ന് അറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കലാണ് വൈരാഗ്യം. നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവലാണ് ജ്ഞാനവൈരാഗ്യങ്ങള്. അപ്പൊ നമ്മള് ഓരോ പൂജാകാര്യങ്ങൾ ചെയ്യണു, ഓരോ അമ്പലത്തിൽ പോയിട്ട് തൊഴണു, ഓരോ ഈശ്വരാരാധനാ കർമ്മങ്ങൾ ചെയ്യണു. അത് മുമ്പാരോ പറഞ്ഞു തന്നതുപോലെ അല്ലെങ്കിൽ ചെയ്യണോ, മുമ്പ് ചെയ്തു വരുന്നവര് ചെയ്യണത് കണ്ട് ചെയ്യണോ. അതോടൊപ്പം തന്നെ ആ ചെയ്യുന്നതിന്റെ സാരം കൂടി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അതിന് ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ള കർമ്മം എന്ന് പറയും. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ അർത്ഥം എന്താണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് ചെയ്യുക. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഒരു പായസം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അയ്യോ എനിക്ക് ഷുഗറാണ് അതുകൊണ്ട് പായസം വേണ്ട എന്ന് പറയും. അല്ലാതെ പത്മനാഭസ്വാമിയുടെ പ്രസാദമാണ്, ക്ഷേത്രത്തിൽ നടന്ന പായസമാണോ, എന്നാ കുറച്ച് തന്നോളൂ. വെറുതെ പായസം വേണോ ചോദിച്ചപ്പോ ഷുഗറാണോ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അമ്പലത്തിലെ പ്രസാദമാണ് എന്ന് പറഞ്ഞപ്പോ പായസത്തിലുള്ള ഭാവം മാറിയില്ലേ, വേണ്ടാന്നുള്ളത് മാറി, എന്നാ കുറച്ച് തന്നോളൂ, കുറച്ചെങ്കിലും തന്നോളൂ, പ്രസാദല്ലേ. അതാണ്, അത് അറിഞ്ഞപ്പോഴാണ് അതിനൊരു പ്രാധാന്യം തോന്നിയത്. അല്ലെങ്കിൽ പായസം ആള് പറഞ്ഞു വേണ്ട, പായസം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടുപോയിച്ചാൽ നമുക്ക് കിട്ടില്ല. അതിന് പകരം അത് പ്രസാദമാണ് എന്ന് അറിഞ്ഞപ്പോ നമുക്ക് ആ പായസത്തിനോട് ബഹുമാനം തോന്നി, കുറച്ചെങ്കിലും വാങ്ങി കഴിക്കാൻ തോന്നി. ഇത് അറിഞ്ഞില്ലാച്ചാലോ പായസം വേണ്ടാന്ന് പറഞ്ഞു, ആള് പോയിച്ചാൽ നമുക്ക് പായസം കിട്ടൂല്ല, ഭഗവാന്റെ പ്രസാദം കിട്ടുന്നില്ല. ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഭഗവാനെ ഓർമ്മ വന്നു, ആ ശിവനാമസ്വാമിയെ തൊഴുതായിട്ടുള്ള രംഗം ഓർമ്മ വന്നു, ആ അമ്പലത്തിന്റെ ഗോപുരം ഓർമ്മ വന്നു. അവിടുത്തെ പായസം മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പായസത്തിന്റെ ആ മധുരം, അത് കഴിച്ചപ്പോ ഉണ്ടായ സന്തോഷം, വെറുതെ പായസം കഴിക്കുമ്പോ ഉണ്ടാവണേ കടയിൽ നിന്ന് കിട്ടും പായസം, അല്ലെങ്കിൽ വീടുകളിൽ പായസം ഉണ്ടാക്കും, ആ പായസം കഴിക്കുമ്പോഴുള്ള സുഖമല്ല ഭഗവാന്റെ പ്രസാദമായ പായസം കഴിക്കുമ്പോ. ഈ വ്യത്യാസമാണ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലവും അതിന്റെ പ്രാധാന്യവും അറിഞ്ഞു ചെയ്യുമ്പോ. നാളെ മുതൽ നടക്കുന്ന ഭാഗവത യജ്ഞത്തിന്റെ
ഫലത്തെയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതറിഞ്ഞ് കേൾക്കണ സമയത്ത് നാളെ എന്തൊക്കെ തടസ്സം ഉണ്ടായാലും കേൾക്കാനായിട്ട് വരാൻ തോന്നും. ജോലി ഉണ്ടെങ്കിൽ ജോലി ഒഴിവാക്കിയിട്ട് വന്ന് കേൾക്കാനായിട്ട് തോന്നും. വീട്ടിലെന്തെങ്കിലും പണികളുണ്ടെങ്കിൽ രാവിലെ നേരത്തെ ആ പണികളൊക്കെ കഴിച്ച് വന്ന് ഭാഗവതം കേൾക്കാനായിട്ട് തോന്നും. ഭാഗവതം സപ്താഹത്തിന് മുമ്പ് 7 ദിവസം കൊണ്ട് ഭാഗവതത്തെ പറയുമ്പോ ഇതിന്റെ മഹത്വം ശ്രോതാക്കളെ മനസ്സിലാക്കണം എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാരദ മഹർഷി പറഞ്ഞു, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉയർച്ച വരാണ്ടിരിക്കാൻ കാരണം, നമുക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം ഈശ്വര ചിന്തയുടെ കുറവാണ്. പരീക്ഷയ്ക്ക് പഠിച്ചുപോയ ഒരു കുട്ടിക്ക് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോ മനസ്സിൽ ഉത്തരം തോന്നുന്നില്ല വെച്ചാൽ അത് പഠിക്കാത്തോണ്ടല്ല, ഈശ്വരാനുഗ്രഹം ഇല്ലാത്തോണ്ടാണ്. പഠിച്ച കാര്യങ്ങൾ അതെ എത്ര വായിച്ചിട്ടും അങ്ങോട്ട് തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വായിച്ചയാൾക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തോണ്ടാണ്. അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ക്ലാസ് എടുക്കണത്. പക്ഷെ ചില കുട്ടികൾക്ക് നല്ലോണം പഠിക്കാൻ സാധിക്കുന്നു, ചില കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ? അവർക്ക് ഈശ്വരാനുഗ്രഹത്തിന്റെ കുറവ്. ഈശ്വരാനുഗ്രഹം വേറൊരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, അവനവൻ തന്നെ പോയി വാങ്ങണം. അമ്പലത്തില് അവനവൻ തന്നെ പോയിട്ട് പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് നാമജപം അവനവൻ തന്നെ ചെയ്യണം. അവനവൻ തന്നെ ചെയ്താൽ മാത്രമേ അവനവന് വേണ്ടത് വേണ്ടപ്പോ തോന്നുള്ളൂ. പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉത്തരം തോന്നിയിട്ട് കാര്യമില്ല. ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യം വായിക്കുമ്പോഴേക്കും ഉത്തരം തോന്നണം. അതാണ് ജ്ഞാനം. വേണ്ടാത്ത കാര്യങ്ങൾ ബുദ്ധിയിൽ ഉറക്കാണ്ടിരിക്കലാണ് വൈരാഗ്യം. മദ്യപാനം ദോഷമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് കുട്ടിക്കാലത്തെ തലച്ചോറിൽ ഉറച്ചു കഴിഞ്ഞാൽ അത് വിരക്തിയായിട്ട് മാറി. പിന്നെ ആരൊക്കെ നിർബന്ധിച്ചാലും ആ മാർഗത്തിലേക്ക് പോവില്ല. മയക്കുമരുന്ന് തുടങ്ങിയ തെറ്റായ മാർഗങ്ങൾ, തെറ്റിനെ തെറ്റാണെന്ന് തലച്ചോറിലൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മാർഗത്തിലേക്ക് ആരൊക്കെ പിടിച്ചു വെച്ച് കൊണ്ടുപോകാൻ നോക്കിയാലും പോവില്ല. വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവാനാണ് ഭാഗവതം കേൾക്കുന്നത്. അതാണ് ജ്ഞാനവും വൈരാഗ്യവും. വേണ്ടതും വേണ്ടാത്തതും ഒരിക്കലും വഴി തെറ്റാണ്ടിരിക്കാൻ. ഒരു വഴിക്ക് കാറിൽ പോണ സമയത്ത് നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വെച്ചാൽ കുറെ കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിക്കുമ്പോഴാണ്, അയ്യോ നിങ്ങൾ കുറെ വഴി തെറ്റി, 5-6 കിലോമീറ്റർ മുമ്പ് അല്ലെങ്കിൽ 10-20 കിലോമീറ്റർ മുമ്പ് തിരിഞ്ഞു പോണായിരുന്നു നിങ്ങള് എന്ന് പറഞ്ഞ വഴി തെറ്റിയെന്ന് മനസ്സിലാക്കൽ എപ്പോ വേണം? തെറ്റിനതിന്റെ മുമ്പ് മനസ്സിലാക്കണം. അങ്ങോട്ട് പോയ തെറ്റായ വഴിയാണ്, ഇതിലേ പോകേണ്ടതെന്ന് മനസ്സിലാക്കണം. ജീവിത ആരംഭത്തിൽ മനസ്സിലാക്കണം. കുറെ തെറ്റായ വഴിക്ക് പോയിട്ട് മദ്യപിച്ച് ശരീരത്തിലെ അവയവങ്ങളൊക്കെ കേടുവന്നതിന് ശേഷം മദ്യപാനം കേടാണെന്ന് മനസ്സിലാക്കിയാൽ പോരാ, മദ്യപിക്കാൻ തോന്നുന്നതിന് മുമ്പേ മനസ്സിലാക്കണം. പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉത്തരം മനസ്സിൽ തോന്നണം, എന്നാലും ജയിക്കാൻ പറ്റുള്ളൂ. അതിന് ഈശ്വര അനുഗ്രഹം വേണം. അതിന് വേണ്ട മാർഗമാണ് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നത്. നാരദ മഹർഷി വേദവും വേദാന്തവും ഇതിഹാസങ്ങളും ഒക്കെ ആ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും അവര് ഉണർന്നില്ല. അവസാനം നാരദ മഹർഷി ആളുകളോട് അന്വേഷിച്ച് പോയി ബദരീനാഥത്തിലെത്തി. ഹിമാലയത്തില് ബദരീനാഥത്തിലെത്തിയപ്പോ അവിടെ വെച്ചിട്ട് ബ്രഹ്മാവിന്റെ ആദ്യത്തെ പുത്രന്മാര് സനകാദികളെ കണ്ടു. 4 കുട്ടികളാണ്, 5 വയസ്സുള്ള കുട്ടികൾ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ. അവരാണ് പറഞ്ഞത്, ഭാഗവതം സപ്താഹമായിട്ട് കേൾപ്പിച്ചാൽ ജ്ഞാനവും വൈരാഗ്യവും ഉണരും എന്ന്. ഭാഗവതം നാളെ മുതൽ നടക്കുന്ന ഭാഗവത സപ്താഹം ശ്രദ്ധയോടുകൂടി കേട്ടാൽ, ആ കേട്ട കാര്യങ്ങളിൽ പറ്റുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമുക്കുടെ നാളെ മുതലുള്ള ജീവിതത്തിൽ ഇപ്പോഴുള്ളതിനേക്കാളും സന്തോഷം വർദ്ധിക്കും, സങ്കടം കുറയും. കാരണം എന്താ? സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും, അത് ചെയ്യാണ്ടിരിക്കാം. സന്തോഷം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും, ആ മാർഗങ്ങളിലൂടെ ചെയ്യാം. ഭാഗവതം പറഞ്ഞു തരുന്ന നല്ല മാർഗങ്ങളിൽ പ്രത്യേകത ഒന്നിനും കാശലവില്ല. ഒരു പൂജ നടത്തണം എന്നുണ്ടെങ്കിൽ കാശലവുണ്ട്. പൂജ അറിയുന്ന ആള് വേണം, പൂജാപത്രങ്ങൾ വേണം, നിവേദ്യ സാധനങ്ങൾ വേണം. എന്നാൽ ഭാഗവതം പറഞ്ഞു തരുന്ന മാർഗങ്ങള്, പ്രശ്നപരിഹാര മാർഗങ്ങൾക്ക് ഒരു കാശും ചെലവില്ല. ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി.
ഒരു കാശും ചെലവും ഇല്ലാണ്ട് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. രാവിലെ 7:30ക്കാണ് കുളിക്കാറെന്നുണ്ടെങ്കിൽ അതൊന്ന് 6 മണിക്ക് ആക്കിയാൽ മതി. അല്ലെ, ഒരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ കാശ് ചെലവുണ്ടോ? 7:30ക്ക് കുളിക്കണത് രാവിലെ 6 മണിക്ക് കുളിക്കാൻ. എന്താ, സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറും ജീവിതത്തില്. ഇതിന് വല്ല കാശ് ചെലവുണ്ട്. ഉദയത്തിന് മുമ്പ് കുളിക്കുക. അപ്പൊ സ്ത്രീകളാണെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമേ അടുപ്പ് കത്തിക്കാവൂ. ഗ്യാസ് കത്തിക്കലായാലും വിളക്ക് കത്തിക്കലായാലും കുളി കഴിഞ്ഞതിന് ശേഷം പറ്റുള്ളൂ. അത് സൂര്യോദയത്തിന് മുമ്പ് വേണം. ഇതിന് വല്ല കാശ് ചെലവുണ്ട്. രാവിലെ ലേശം കുറച്ച് നേരത്തെ എണീക്കേണ്ടേ, ഇത്രേ ഉള്ളൂ. അതിന് രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ മതി. 12 മണി വരെ മൊബൈൽ നോക്കിയിരുന്നിട്ട് 1 മണിക്ക് കിടന്നുറങ്ങിയിട്ട് പിന്നെ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു കാശ് ചെലവുമില്ലാത്ത ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നാളെ മുതലുള്ള ഭാഗവതം കേൾക്കാൻ തയ്യാറായിക്കോളൂ. 7 ദിവസം ജോലി വേണമെങ്കിൽ 7 ദിവസം ലീവ് എടുത്തോളൂ. 7 ദിവസം ശമ്പളം പോയാലും ജീവിതം മുഴുവൻ നേരെയാവാനുള്ള മാർഗമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒരു തൊടുപുഴ ഭാഗത്തൊരു അമ്പലത്തിലുണ്ട്. അവിടെ സപ്താഹം തുടങ്ങി കഴിഞ്ഞാൽ 5 ദിവസം ആ ഭാഗത്തുള്ള കുട്ടികൾ ആരും സ്കൂളിൽ പോവില്ല. കാരണം അവർ 5 ദിവസം ലീവ് എടുത്തിട്ട് ഭാഗവതം കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കും. പിന്നെ 6-7 ദിവസം ശനി ഞായർ 2 ദിവസം ഒഴിവാണല്ലോ. 5 ദിവസം ലീവ് എടുത്തിട്ട് അവര് ഭാഗവതം കേൾക്കാനായിട്ട് അവിടെ ഇരിക്കും. എന്ത് ലീവ് എടുത്തിട്ടായാലും വന്നിരുന്ന് കേട്ടോളൂ. എത്ര വലിയ ദുരിതങ്ങളും ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറാൻ ഈ ഭാഗവത ശ്രവണം, ആ ശ്രവണത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കണം. നമ്മൾ പണിയെടുക്കാണ്ട ഫലം കിട്ടുമൊന്നുമില്ല. ഭഗവാൻ വെറുതെ ഇരുന്ന് പണം തരാമെന്നും പറഞ്ഞിട്ടില്ല. കർമ്മണ്യവാധികാരത്തെ മാ ഫലേഷു കഥാചന, ഞാനാണ് ഫലം തരുന്നയാള്, നിങ്ങൾ കർമ്മം ചെയ്യണം. സുഖാവാൻ വേണ്ട കർമ്മങ്ങളാ ഭാഗവതം പറഞ്ഞു തരണത്. നാരദ മഹർഷി സനകാദികളോട് സപ്താഹം നടത്താൻ പറഞ്ഞു. ഹരിദ്വാറിൽ വെച്ചവർ സപ്താഹം നടത്താൻ തുടങ്ങിയപ്പോഴേക്കും സകല ദേവന്മാരും മഹർഷിമാരും എല്ലാവരും വന്ന് ഭാഗവതം കേൾക്കാൻ തയ്യാറായി. അപ്പോഴേക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ആ ബാല്യം കിട്ടിയെന്നാണ് പറഞ്ഞത്. വൃദ്ധന്മാരായിട്ട് കിടന്ന ജ്ഞാനവൈരാഗ്യങ്ങള് 5 വയസ്സുള്ള കുട്ടികളായി മാറി ഭക്തിയാകുന്ന അമ്മയോടുകൂടി സപ്താഹ സ്ഥലത്തേക്ക് വന്നു. സപ്താഹത്തിന്റെ മാഹാത്മ്യം പറയാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ അവര് ഫലം അവിടെ കിട്ടിക്കഴിഞ്ഞു. 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. 335 അധ്യായങ്ങളായിട്ടാണ്, 12 സ്കന്ധങ്ങളായിട്ടാണ് ഭാഗവതത്തെ വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഭാഗവതം നിത്യേന വായിക്കുന്ന ഭവനത്തിൽ താമസിച്ചാൽ മതി സകല പാപങ്ങളും മാറാനായിട്ട്. അവിടെ ഉദ്ഘാടന പ്രസംഗത്തില് അവിടെ പറഞ്ഞത് കേട്ടു, ഭാഗവത ഗ്രന്ഥം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് പവിത്രമായിട്ട് മാറി. അത് എന്ത് വേണം, ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കണമായിരുന്നു. ഭാഗവത ഗ്രന്ഥം അവിടെ വീട്ടിലുണ്ടായാൽ പോരാ, ആ വീട്ടിലുള്ളവർ ഭാഗവതം വായിക്കണം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം തൽഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഭാഗവതം ഇരിക്കുന്ന വീട്, ഭാഗവതം വായിക്കുന്ന വീട് തീർത്ഥമാണ് എന്നാണ് മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഒരാള് എന്നല്ല, എല്ലാവരും വായിക്കണം. വീട്ടില് ഗൃഹനാഥൻ ഭാഗവതം വായിക്കണം, ഗൃഹനാഥ ഭാഗവതം വായിക്കണം, കുട്ടികൾ ഭാഗവതം വായിക്കണം. ഒരു ശ്ലോകമെങ്കിലും നിത്യേന. എന്തൊക്കെ നമ്മൾ ഈ നാവ് കൊണ്ട് പറയുന്നു, രാവിലെ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ. ആ കൂട്ടത്തിൽ ഭാഗവത ഗ്രന്ഥം എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് മണിക്കൂറുകളോളം ഇരിക്കുന്നവരില്ലേ? മൊബൈലില് ഓരോ മെസ്സേജുകളും മണിക്കൂറുകളോളം നോക്കി വായിക്കുന്ന ആൾക്കാരില്ലേ? അതിനിടയിൽ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഭാഗവത ഗ്രന്ഥം എടുത്തിട്ട് അതിൽ ഒരു ശ്ലോകം ഇന്ന് വായിക്കുക, അതിന്റെ ബാക്കി അടുത്ത ശ്ലോകം നാളെ വായിക്കുക. അങ്ങനെ വായിച്ച് വായിച്ച് മലയാളാക്ഷരമാണ്, മലയാളത്തിലുള്ളത് തന്നെയാണ്, സംസ്കൃത ശ്ലോകമാണ്. ഈ വേണമെങ്കിൽ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് ഭാഗവതം വാങ്ങാൻ കിട്ടും. വേണ്ടത് മൂലഗ്രന്ഥമായിട്ടുള്ള സംസ്കൃത ഭാഗവതം മലയാള ലിപിയില് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പാകത്തിന് പല ആളുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മൂലഗ്രന്ഥം തന്നെയാണ് വായിക്കേണ്ടത്. ഭാഗവതം നിത്യേന വായിക്കുന്ന ഭവനം തീർത്ഥമാണ്. അവിടെ താമസിക്കുന്നവർക്ക് പാപം മുഴുവൻ ഇല്ലാണ്ടായിക്കോളും. ഒരു പാപവും ബാധിക്കില്ല. ഭാഗവതം വായിക്കുന്ന ഭവനത്തിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ
എവിടെയും ഭാഗവതത്തിൽ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിന്റെ മഹാത്മ്യം ശ്രീകൃഷ്ണ ഭഗവാൻ ആ രൂപത്തെ മറയ്ക്കുമ്പോ, ഭഗവാൻ സുധാമത്തിലേക്ക് പോകുമ്പോ തന്റെ ചൈതന്യത്തെ മുഴുവൻ ഈ ഭാഗവതത്തിലേക്കാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാഗവതം ഭഗവാന്റെ വാങ്മയീ രൂപമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. കൃഷ്ണന്റെ പ്രത്യക്ഷ രൂപമാണ് ഈ ഭാഗവതം. ഇനി ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന മഹാപാപങ്ങളുണ്ട്. എത്ര വലിയ പാപമായാലും ഭാഗവത ശ്രവണം കൊണ്ട് പാപങ്ങളുടെ എല്ലാം ആ ദോഷം മാറി കിട്ടും. പഞ്ചോഗ്ര പാപ, എത്ര ഉഗ്രപാപങ്ങൾ ചെയ്തവനാണെങ്കിലും എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. തുംഗഭദ്രാ നദീ തീരത്ത് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുന്ധുലി എന്നു പേരുള്ള ഭാര്യ. ആത്മദേവൻ നല്ല ഒരു ബ്രാഹ്മണ ചിന്താഗതി, ബ്രാഹ്മണ കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്ന ആളായിരുന്നു. ഭാര്യയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീതമായിരുന്നു. കലഹപ്രിയ, കലഹം ഉണ്ടാക്കലായിരുന്നു ആ ദുന്ധുലിയുടെ പ്രത്യേകത. സ്വവാക്യ സ്ഥാപിത, ഞാൻ പറഞ്ഞത് കേട്ടാ മതി എന്നുള്ള സ്വഭാവക്കാരിയായിരുന്നു അത്രേ. അതാണ് സ്വവാക്യ സ്ഥാപിത, ഞാൻ പറഞ്ഞത് നടന്നോളണം അല്ലെ. ഇന്നും അങ്ങനെയുള്ളവർ ചിലരെ കാണാം. ഞാൻ പറഞ്ഞത് മാത്രമേ അവിടെ നടപ്പിലാക്കാൻ പാടുള്ളൂ, എന്നെ അനുസരിച്ചോളണം, ഞാൻ പറഞ്ഞത് കേട്ടോളണം എന്ന് പറഞ്ഞ് പല കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ. അതുപോലെ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവുക എന്ന് പറയും അല്ലേ. സ്വവാക്യ സ്ഥാപിത, ഞാൻ പറഞ്ഞത് നടപ്പിലാക്കണം എന്നുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു ദുന്ധുലി. മഹാദുഷ്ട സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ സ്വഭാവം ആയിട്ടുണ്ടെങ്കിൽ മാറ്റണം. നമ്മൾ പറഞ്ഞത് മാത്രമല്ല, മറ്റുള്ളവർ പറയുന്നത് നടപ്പിലാക്കണം. കാരണം നമ്മുടെ ഇഷ്ടം മാത്രമല്ല നടപ്പിലാക്കുക. ഈ ദുന്ധുലിയുടെ ദുഷിച്ച സ്വഭാവം കൊണ്ട് അവക്കൊരു പഴം കിട്ടിയിട്ടേ. ആത്മദേവനെ കാട്ടിൽ വെച്ചിട്ട് സന്യാസി ഒരു പഴം കൊടുത്തു. കുട്ടികളുണ്ടാവാൻ ഈ പഴം കൊടുത്താൽ മതി, കുട്ടികളുണ്ടാവാൻ ഉണ്ടായി വിചാരിച്ച് ക്ഷേമമൊന്നുമില്ല എന്ന് സന്യാസി പറഞ്ഞു അത്രേ. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ ആ സന്യാസി ഒരു പഴം ചോദിച്ചു കൊടുത്തു. ആ പഴം കൊണ്ടുവന്ന് ആത്മദേവൻ ഭാര്യ ദുന്ധുലിക്ക് കൊടുത്തു. അവള് വലിച്ചങ്ങട് എറിഞ്ഞു എന്നാ പറഞ്ഞത്. പഴം ഈശ്വരാനുഗ്രഹം ആയിട്ടുള്ള പഴം ആണ് കഴിക്കാൻ കിട്ടിയിട്ട് വലിച്ചെറിഞ്ഞത്. 7 ജന്മത്തിലെ കുട്ടികളുണ്ടാവില്ല എന്നുള്ള ദോഷമാണ് ആത്മദേവനുള്ളത്. ആ ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റിയ പഴമാണ് വലിച്ചെറിഞ്ഞത്. അവസാനം ഒരു പശു കഴിച്ചു. ആ പശു പ്രസവിച്ച് ഒരു മനുഷ്യക്കുട്ടി ഉണ്ടായി. ഈശ്വരാനുഗ്രഹത്തിന്റെ പഴമാണ്. അത് കഴിച്ച് മനുഷ്യക്കുട്ടി ഉണ്ടായി. ചെവി മാത്രം പശുവിന്റെ, ബാക്കിയൊക്കെ മനുഷ്യന്റെ. ഗോകർണൻ എന്നാണ് ആ ഉണ്ണിക്ക് പേരിട്ടത്. ഈ പഴം കഴിച്ചു എന്ന് ചോദിച്ചപ്പോ, ആത്മദേവൻ ചോദിച്ചപ്പോ ഭാര്യ ദുന്ധുലി കഴിച്ചു എന്ന കള്ളം പറഞ്ഞു അത്രേ. ആ സന്യാസിയുടെ അനുഗ്രഹത്തിനൊന്നും ഫലമില്ല, പഴം കഴിച്ചിട്ട് ഗർഭം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനാണ് വിചാരിച്ചത്. അതിനിടയിലാണ് അനിയത്തി വന്നത് അത്രേ. അനിയത്തി വന്നപ്പോ അനിയത്തി പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, ഇടയ്ക്കൊരു കാര്യം ചെയ്യോ, ഗർഭിണിയാണെന്ന് പറഞ്ഞോളൂ, എനിക്കുണ്ടാവുന്ന കുട്ടിയെ അങ്ങോട്ട് തരാം, കുറച്ച് കാശ് കൊടുത്താൽ മതി ഭർത്താവിന്, അവിടെ ധാരാളം കുട്ടികളുണ്ട്. ഇങ്ങനെ ഗർഭിണിയാണ് എന്ന് കള്ളം പറഞ്ഞു. ആത്മദേവൻ തന്റെ ഭാര്യയുടെ ഗർഭത്തിലുള്ള ശിശുവിന് സുഖാവാൻ വേണ്ടി ഈശ്വരാരാധന ചെയ്ത് തീർത്ഥാടനത്തിന് പോയി. 10 മാസം കഴിഞ്ഞ് വന്നപ്പോ അനിയത്തി പ്രസവിച്ച കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞ. ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ അനിയത്തി പ്രസവിച്ച കുട്ടിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിക്കൊണ്ട് വന്നെങ്കിലും ദുന്ധുകാരി എന്ന് പേരിട്ടു, ഭാര്യയായിട്ടുള്ള ദുന്ധുലിയോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ ദുന്ധുകാരി മഹാഖല, മഹാദുഷ്ടനായിട്ട് മാറി. പശു പ്രസവിച്ചുണ്ടായ ഗോകർണനെയും ആത്മദേവൻ വളർത്തി കൊണ്ടുപോയി ഗുരുകുലത്തിൽ ഏൽപ്പിച്ചു. ദുന്ധുകാരി ഗുരുകുലത്തിൽ പോകാനൊന്നും തയ്യാറായില്ല. ഗോകർണൻ ഗുരുകുലത്തിൽ പോയി പഠിച്ചു, നല്ല വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നപ്പോഴാണ് ദുന്ധുകാരിയുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് അച്ഛൻ സങ്കടപ്പെടുന്നത് കണ്ടത്. എന്തിനാ അച്ഛാ ഈ സങ്കടപ്പെടുന്ന കുട്ടിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മദേവൻ പറഞ്ഞു, എന്റെ കുട്ടിയുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് ഞാൻ സങ്കടപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോ, ദുഃഖം തരുന്ന കുട്ടിയെ കുറിച്ച് ചിന്തിക്കേണ്ട, സുഖം തരുന്ന കുട്ടിയെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. ആരാ ഈ സുഖം തരുന്ന കുട്ടിയെ ചോദിച്ചു. അതായിരിക്കണമെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന കുട്ടിയെ കുറിച്ച് ചിന്തിക്കൂ, കുട്ടിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കൂ. സ്നേഹിക്കുന്നവർക്ക് സുഖം മാത്രം തരുന്നയാളാണ്. നമ്മുടെ കുട്ടിയോട് ചിലപ്പോൾ നമുക്ക് ദുഃഖവും തന്നു എന്ന് വരും, പഠനം കേട്ടില്ല എന്ന് വരും, കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് ധിക്കാരം പറഞ്ഞു എന്ന് വരും.
നമ്മളെ വേണ്ട സമയത്ത് സ്നേഹിച്ചില്ല, സ്നേഹം പ്രകടിപ്പിച്ചില്ല, സഹായിച്ചില്ല എന്ന് വരും. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല. കയ്യിൽ ഓളക്കോളം പിടിച്ച് മഞ്ഞപ്പട്ട് കൊടുത്തുകൊണ്ട് ഗോപിക്കുറിയും തൊട്ടുകൊണ്ട് തലയിൽ കീരി വെച്ച് നടക്കുന്ന ഈ ശ്രീകൃഷ്ണൻ എന്ന കുട്ടിയുണ്ടല്ലോ, സ്നേഹിക്കുന്നവർക്ക് എന്നും സുഖല്ലാണ്ട് ഒന്നും കൊടുക്കില്ല. ഓമന കണ്ണ എന്നു വിളിച്ചാൽ ഓടിയെത്തിയിടും ഭക്തന്റെ ഭാഗ്യം. ഓമന കണ്ണാന്ന് വിളിച്ചാൽ ഓടിയത് വരും. നമ്മുടെ കുട്ടിയൊക്കെ വിളിച്ചാൽ വന്നോളന്നില്ല. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, മോനെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് ലീവില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലീവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോ മക്കള് വന്നില്ല എന്ന് വരും. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയല്ല കേട്ടോ. വിളിച്ചാൽ ഓടി വരും. വിളിക്കണം, എന്റെ കണ്ണ എന്ന് വിളിക്കണം. എന്റെ തന്നെയാണ് കണ്ണൻ. അവനവന്റെ കുട്ടി എന്റെ എന്ന് പറയാൻ പറ്റുമോ മുഴുവൻ? കല്യാണം കഴിഞ്ഞാൽ ഭാര്യ പറയും അതെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കുറച്ച് ഫ്രീ ആയിട്ട് വിടണം, അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്നാൽ പറ്റില്ല എന്ന് പറയും. ഭാര്യ പറയും എന്റെയും കൂടി കാണാമെന്ന് പറയും. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി പറയും എന്റെ അച്ഛൻ എന്റെയും കൂടി കാണാമെന്ന് പറയും. പക്ഷെ ഈ ഉണ്ണി ഉണ്ടല്ലോ എല്ലാവരുടെ ആണെങ്കിലും എന്ന് നമുക്ക് എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാവുന്ന ഒരേ ഒരാള് ആരാ? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് ഉള്ളില് തട്ടി പറയാൻ പറ്റണം. എന്റെ കണ്ണൻ, എന്റെ ഉണ്ണിയാണ്, എന്നെ രക്ഷിക്കാനുള്ള ആളാണ്, എനിക്ക് ഒരേ ഒരു ആശ്രയം. നമ്മളെ വിട്ടുപോവാത്ത ഒരേ ഒരു കുട്ടി. നമ്മളെ കുട്ടി വിട്ടുപോകും. പെൺകുട്ടിയാണ് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ പിന്നാലെ പോവും. ആൺകുട്ടിയാണ് കല്യാണം കഴിഞ്ഞാൽ ഭാര്യ പറയും നമുക്ക് വേറെ വീടുണ്ടാക്കി താമസിക്കാൻ പറഞ്ഞാൽ ഭാര്യയുടെ പിന്നാലെ ആൺകുട്ടിയും പോകും. പിന്നെ ഏത് കുട്ടിയെ നമ്മുടെ കൂടെ ഉണ്ടാവുക? ഈ ഒരു കുട്ടിയെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് കുട്ടി നമ്മളെ വിട്ടുപോയാലും ആര് നമ്മളെ വിട്ടുപോയാലും കൂടെ ഉണ്ടാവും. വിളിച്ചാൽ ഓരോ ഭട്ടകന്മാർക്കും കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും പൂന്താനത്തിനും എല്ലാം സഹായമായിട്ട് ഉണ്ടായിരുന്നത്. കുറൂരമ്മയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, പൂന്താനത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. വില്ലുമംഗലത്തിനെ പൂജയ്ക്ക് ഒരുക്കാനായിട്ട് കണ്ണനാണ് വരിക ഉണ്ണിയായിട്ട്. ഉണ്ണി വരും, വന്നിരിക്കും. ഗോകർണൻ പറഞ്ഞു ഭാഗവതം ദശമസ്കന്ധത്തിൽ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. ഭാഗവതം കേട്ടുകൊണ്ട് കൃഷ്ണകഥകൾ കേട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആത്മദേവൻ അവിടുന്ന് പോയി. പിന്നീട് ഗോകർണനും പോയി. ദുന്ധുകാരി കൊള്ളയും കൊലയും നടത്താൻ തുടങ്ങി. വേശ്യാസ്ത്രീകളെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങി. അതിനെ ചോദ്യം ചെയ്ത ദുന്ധുലി എന്ന അവന്റെ അമ്മ എന്നുകൊണ്ടല്ലേ വളർത്തിയത്. അമ്മയുടെ ദേശീയാണ്, അനിയത്തിയുടെ കുട്ടിയാണ്. പക്ഷെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളർത്തിയത്. ആ ദുന്ധുലി എന്ന സ്ത്രീയെ പൊട്ടാക്കിൽ തള്ളിയിട്ട് കൊന്നു. ആ ദുന്ധുകാരി വേശ്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊള്ളയും കൊലയും നടത്തി. ശവഹസ്തേന ഭോജനം എന്നാ പറഞ്ഞത്. കയ്യിൽ ശവം പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, മാംസാഹാരം കഴിക്കുക എന്ന മഹാമോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട്. അവസാനം ഒരു ദിവസം രാജ്യഭണ്ഡാരം മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോ ആ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ആ വേശ്യാസ്ത്രീകളൊക്കെ കഴുത്തിൽ കയറ് മുറുക്കി അവനെ കൊന്നു. മഹാപ്രേതമായിട്ട് മാറി. ഗതി കിട്ടിയില്ല. അനിയനായിട്ടുള്ള ഗോകർണൻ ഗയയിൽ പോയിട്ട് ശ്രാദ്ധം കൂട്ടി തന്റെ സഹോദരന് ഗതി കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം ഇല്ലത്ത് വന്നപ്പോൾ മനസ്സിലായി ഗതി കിട്ടിയിട്ടില്ല എന്ന്. ഉദിച്ചു വരുന്ന സൂര്യനോട് ചോദിച്ചു, ഗയാശ്രാദ്ധം കൊണ്ട് ഗതി കിട്ടാത്ത പ്രേതത്തിന് ഗതി കിട്ടാൻ എന്താ വേണ്ടത്? സൂര്യൻ പറഞ്ഞു, ഭാഗവതം സപ്താഹമായിട്ട് കേൾപ്പിച്ചോളൂ, സദ്ഗതി കിട്ടുമെന്ന്. ആ പ്രേതത്തെ ഒരു മുളന്തണ്ടിൽ ആവാഹിച്ചു വെച്ച് ഭാഗവതം കേൾപ്പിച്ചു. 7-ാം ദിവസം മുള രണ്ടായിട്ട് പിളർന്ന് ആ പ്രേതത്തിന് വിഷ്ണു രൂപമാണ് കിട്ടിയത്. വിഷ്ണു രൂപത്തോടുകൂടി ആ പ്രേതം നേരെ ആ വിഷ്ണുരൂപം സ്വീകരിച്ച് വിഷ്ണുദൂതന്മാരോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായത്. അപ്പൊ ഗോകർണൻ ചോദിച്ചു വിഷ്ണുദൂതന്മാരോട്, പ്രേതമായിട്ട് ഭാഗവതം കേട്ട ദുന്ധുകാരിക്ക് മോക്ഷം കിട്ടി, എന്തേ ബാക്കിയുള്ളവർക്ക് കിട്ടാണ്ടിരുന്നത്? അത് കേട്ടതിലുള്ള ശ്രദ്ധക്കുറവാണ് എന്ന് പറഞ്ഞു. കേൾക്കാൻ വന്നിരുന്നു എന്നേ ഉള്ളൂ, അവരുടെ ശ്രദ്ധയൊക്കെ വേറെ കാര്യങ്ങളിലായിരുന്നു. മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ടോ, മൊബൈൽ ആരെയും കോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ പല പല രീതിയിൽ, അല്ലെങ്കിൽ അപ്പുറത്തൂടെ ആരാ പോണത്, ഇതിലൂടെ ആരാ പോണത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭാഗവതത്തിൽ ശ്രദ്ധ കുറവായിരുന്നു. അതുകൂടി പറയണു, ഭാഗവതം കേൾക്കുമ്പോ സാവധാനതയാ ശൃണോ, ശ്രദ്ധയോടുകൂടി. ഞാൻ ഭാഗവതം കേൾക്കാനാണ് വന്നത്. ഈ ഭാഗവതം 7 ദിവസമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6-6:30 വരെ ഇവിടെ പാരായണവും പ്രഭാഷണവും നടക്കുമ്പോ അത് പോയിട്ട് കേൾക്കണം, ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ദുഃഖമില്ലാണ്ട് ജീവിക്കാൻ സാധിക്കണം
അതിനുവേണ്ടി ഭാഗവതം ശ്രദ്ധിക്കണം എന്ന ചിന്തയോടുകൂടി വന്ന് ഭാഗവതം കേൾക്കുക. ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തിയിത്രേ അന്ന് തന്നെ. ആ സപ്താഹത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വന്ന് ഭാഗവതം ശ്രദ്ധിച്ചു. എല്ലാവർക്കും ആ വൈകുണ്ഠ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്ന് പറയുക. വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയോ ഉള്ള ഒരു ലോകമല്ല. വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമില്ലാത്ത ജീവിതം. ജീവിതത്തിലിപ്പോ കാണുമ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവര് ഇക്കൊല്ലം സുഖമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോണു എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇത് പരിപൂർണമായിട്ട് സുഖം എന്ന് മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കും. ജീവിതം സുഖമായി ജീവിക്കുകയാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? പല ആളുകളും പല ദുഃഖങ്ങളുമായിട്ടല്ലേ ഈശ്വരാരാധനയ്ക്കും അമ്പലത്തിലും പൂജകളും ഒക്കെ ആയിട്ട് വരുന്നത്. ദുഃഖമില്ലാത്ത ഒരു ജീവിതം. രാത്രി വരും അല്ലെ, പകല് പോയി കഴിഞ്ഞാൽ 12 മണിക്കൂർ, പകല് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കൂർ രാത്രിയാണ്. സൂര്യൻ പോവും, പക്ഷെ സൂര്യൻ പോയാലും നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ട് കയ്യിൽ ടോർച്ചായിട്ട് വെളിച്ചം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത് പോലെ ഭാഗവതം കേട്ട് ഭാഗവതം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് വല്ല ഇരുട്ടും അനുഭവപ്പെടുന്നുണ്ടോ? നല്ല വെളിച്ചമുണ്ട്, ഭംഗിയായിട്ട് പുതിയ ദീപസ്തംഭം അവിടെ തെളിഞ്ഞു കത്തണോ? ദീപസ്തംഭം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. സപ്താഹവേദിയില് ഇങ്ങനെ ഭംഗിയായിട്ടുള്ള ദീപസ്തംഭം അവർ വിളക്ക് കത്തുമ്പോ ഭക്തന്മാര് ഒരു വീടിന്റെ മുമ്പില് ഇത്രയും ഭാഗവതം കേൾക്കാൻ ഇരിക്കുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദം. പൂജാകാര്യങ്ങള് ഭഗവാന്റെ ദശാവതാര ചാർത്തിൽ ഇന്ന വരാഹമൂർത്തിയായിട്ടാണ് ഭഗവാനെ ചന്ദനം ചാർത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ രൂപത്തിൽ ഭഗവാനെ ചന്ദനം ചാർത്തുന്ന ആ ഒരു രംഗം കണ്ടുകൊണ്ട് ഭാഗവതം കേട്ടുകൊണ്ട് ഇവിടെ സൽക്കർമ്മങ്ങൾ നടക്കുമ്പോ അതിൽ ഞാനും എന്റെ വീട്ടുകാരും എന്റെ കുട്ടികളുടെ പേരക്കുട്ടികളൊക്കെ ഇതിൽ പങ്കാളികളാവും എന്ന് ഉറപ്പിച്ച് ഭാഗവതം കേൾക്കാൻ തയ്യാറാവുക. രാവിലെ 6 മണിക്ക് തന്നെ എത്തിച്ചേരാൻ തയ്യാറാവുക. കുട്ടികളെ കൊണ്ടുവന്ന് രാവിലെ 6 മണിക്ക് കൊണ്ടുവന്നിട്ട് ആ സഹസ്രനാമം കേൾപ്പിക്കുക. സഹസ്രനാമം അറിയുന്നവർക്കാണെങ്കിൽ കൂടെ ജപിക്കും ചെയ്യാം. പിന്നെ ഭാഗവതത്തെ നമസ്കരിക്കുമ്പോ 6:30 സഹസ്രനാമം കഴിഞ്ഞിട്ട് 6:15 എല്ലാവരും കൂടി ഭഗവാനെ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ പോകട്ടെ അല്ലെ, 6:30 സ്കൂളിൽ പോകേണ്ടവരൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരമെങ്കിലും ഈ 7 ദിവസം, എല്ലാ ദിവസവും കിട്ടില്ല, ഈ 7 ദിവസം ഭാഗവത വേദിയിൽ കൊണ്ടുവന്ന കുട്ടികളെ നമസ്കരിപ്പിക്കുക. ഒരു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ശനി ഞായറുമാണ്, 2 ദിവസം ഒഴിവുള്ള ദിവസമാണ്. മുഴുവൻ സമയവും കുട്ടികളെ കൊണ്ടുവന്ന് ഭാഗവതത്തിന് മുമ്പ് ഇരുത്താൻ ശ്രമിക്കുക. അവരാ കഥകൾ കേട്ട് അവരുടെ ജീവിതം സുഖമായിട്ട് മാറട്ടെ. നമ്മുടെ കുട്ടികൾക്കും ധാരാളം ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കട്ടെ. നാളെ മുതൽ നടക്കുന്നതായിട്ടുള്ള ഈ ഒരു യജ്ഞത്തില് കൂടുതൽ ആളുകൾക്ക് ഭാഗവതം കേൾക്കാനും അതുവഴി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും സാധിക്കട്ടെ. ഭാഗവതത്തിന്റെ ഗുണം ശരിക്കും അനുഭവിക്കാൻ വന്ന് കേൾക്കുക. മനസ്സിലാവും ഇതുവരെ ജീവിച്ചതിൽ നിന്നും കുറച്ചുകൂടി സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റിയതായ പിഴവ് കുറഞ്ഞ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞേ ഉള്ളൂ. രാവിലെ 6 മണിയാകുമ്പോഴേക്കും എത്തിച്ചേരുക. ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നമസ്കരിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.